നമസ്കാരം, വിപിൻ സാറാണ്. സുവോളജിയുടെ പുതിയൊരു ചാപ്റ്ററുമായിട്ട് എത്തിയിരിക്കുകയാണ്. പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻസ്. എന്താണ് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻസ്? എന്താണ് ഇൻഹെറിറ്റൻസ്? എന്താണ് വേരിയേഷൻ? വല്ല അറിയാമോ? വല്ല ബോധമുണ്ടോ? ഇല്ല. നമ്മൾ വീട്ടിൽ ഈ കൊച്ചു പിള്ളേരൊക്കെ ജനിക്കുമ്പം പിള്ളേരെ കാണാൻ അയൽത്തുകാരൊക്കെ ഓടി വരും അല്ലേ? അയൽത്തുകാർ വന്നിട്ട് പറയും, അമ്മയുടെ അതേ കണ്ണ്, അച്ഛൻ്റെ അതേ മൂക്ക്, അമ്മൂമ്മയുടെ അതേ വാ. അമ്മൂമ്മയുടെ അതേ വാ. എന്താ കാര്യം? അമ്മൂമ്മയ്ക്കും വായ്പല്ലില്ല, കുഞ്ഞിനും വായ്പല്ലില്ല, അതുകൊണ്ടല്ലേ? അങ്ങനെ നമ്മൾ പറയാറുണ്ടല്ലേ? അയൽത്തുകാരൊക്കെ വന്നിട്ട് ഇങ്ങനെ ഓരോന്ന് പറയാം, അച്ഛൻ്റെ കൂട്ട് തന്നെയാണ് മോള്, അല്ലെ അമ്മയുടെ കൂട്ട് തന്നെയാണ് മോള്, ഇങ്ങനെയൊക്കെ പറയാറുണ്ടല്ലേ കമൻറ്റ്. നമുക്കും അറിയാം, നമ്മൾ കുറേയൊക്കെ സ്വഭാവങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ എക്സ്റ്റേണൽ അപ്പിയറൻസ് ഒരുമാതിരിയൊക്കെ ഒന്നുകിൽ അച്ഛനോടായിരിക്കും അല്ലെങ്കിൽ അമ്മയോടൊക്കെ സാദൃശ്യമുള്ളതായിരിക്കും അല്ലേ? അങ്ങനെ ആയിരിക്കും. അപ്പം അവിടെ അമ്മയുടെ ആ സ്വഭാവം നമുക്ക് കിട്ടി, അല്ലെ അച്ഛൻ്റെ ആ സ്വഭാവം നമുക്ക് കിട്ടിയിട്ടുണ്ട്, അല്ലെ ആ ക്യാരക്ടർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിന് പറയുന്ന പേരാണ് ഹെറിഡിറ്റി, അത് പാരമ്പര്യം. ആ കൈമാറ്റം ചെയ്യുന്നതിന്, ആ സ്വഭാവം കൈമാറ്റം ചെയ്യുന്നതിന് പറയുന്ന പേര് ഹെറിഡിറ്റി അല്ലെങ്കിൽ ഇൻഹെറിറ്റൻസ്. ഇൻഹെറിറ്റ് ചെയ്യുക, ക്യാരക്ടേഴ്സ് ഇൻഹെറിറ്റഡ് ഫ്രം, അല്ലെ ട്രാൻസ്ഫറിങ് ഓഫ് ക്യാരക്ടർ ഫ്രം പേരൻസ് ടു ഓസ്പ്രിങ്സ്. ഓസ്പ്രിങ്ങിലേക്ക് ക്യാരക്ടർ ട്രാൻസ്ഫർ കൈമാറ്റം ചെയ്യുക, എക്സ്ചേഞ്ച് ചെയ്യുകയാണ്, അല്ല എക്സ്ചേഞ്ച് ചെയ്യുമെന്ന് പറഞ്ഞില്ല, ട്രാൻസ്ഫർ ചെയ്യുകയാണ്. അതിന് പറയുന്ന പേരാണ് ഇൻഹെറിറ്റൻസ് അല്ല ഹെറിഡിറ്റി, പാരമ്പര്യം എന്നൊക്കെ നമ്മൾ പറയുന്നതാണ്. എന്താണ് വേരിയേഷൻ? വേരിയേഷൻ ഇതുപോലെ തന്നെ ബന്ധമുള്ളതാണ്. നമ്മൾ ഇപ്പം നിങ്ങൾ ചേട്ടാനിയന്മാർ അല്ലെങ്കിൽ ചേച്ചിയും അനിയത്തിമാരും ഒക്കെ കാണും ഒരു വീട്ടിൽ തന്നെ, അല്ലെങ്കിൽ ആങ്ങളെയും പെങ്ങളും ആയിരിക്കും. ഇവർ രണ്ടും ഒരേപോലെയാണോ ഇരിക്കുന്നത്? ആണോ? അല്ലല്ലോ. ആണോ? അല്ലല്ലോ. എന്തുണ്ട്? വേരിയേഷൻസ്. അവയ്ക്ക് എന്തുണ്ട്? അവർക്ക് വേരിയേഷൻസ് ഉണ്ട്. നമുക്കറിയാം, ഒരേ അച്ഛൻ്റെ അമ്മയുടെ മക്കളെ നമ്മൾ അല്ലേ? ഒരേ അച്ഛൻ്റെ അമ്മയുടെ മക്കളാണ്, പക്ഷേ ആ മക്കൾ തമ്മിൽ എന്തുണ്ട്? വ്യത്യാസമുണ്ട്. അതേസമയം നമ്മൾ മുമ്പേ പറഞ്ഞു, അച്ഛൻ്റെ അമ്മയുടെ സ്വഭാവം ആരിലേക്ക് വരുന്നുമുണ്ട്? മക്കളിലേക്ക് വരുന്നുമുണ്ട്. ഇതെങ്ങനെ നടക്കുന്നത്? ഒരേ സമയം തന്നെ അച്ഛൻ്റെ അമ്മയുടെ സ്വഭാവങ്ങൾ മക്കളിലേക്ക് വരുന്നു, അതേസമയം തന്നെ ഈ മക്കള് അച്ഛനിൽ നിന്നും അമ്മയിൽ നിന്നൊക്കെ അല്ലെ പരസ്പരം വ്യത്യസ്തരായിട്ടിരിക്കുകയും ചെയ്യുന്നു. ഈ വ്യത്യസ്തതയ്ക്ക് പറയുന്ന പേരാണ് വേരിയേഷൻ, വ്യതിയാനം എന്ന് പറയും. അപ്പോൾ ക്യാരക്ടേഴ്സ് ഇൻഹെറിറ്റ് ചെയ്യുന്നുണ്ട്, അതോടൊപ്പം തന്നെ ഇൻഹെറിറ്റ് ചെയ്യപ്പെടുന്ന ക്യാരക്ടേഴ്സിൽ വേരിയേഷൻ സംഭവിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനെ രണ്ടിനെയും കൂടെ പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ദ ബ്രാഞ്ച് ഓഫ് ബയോളജി വിച്ച് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ, അല്ലെ ഹെറിഡിറ്റി ആൻഡ് വേരിയേഷൻ. ഹെറിഡിറ്റിയും വേരിയേഷനെ കുറിച്ച് പഠിക്കുന്ന ബയോളജിയുടെ ബ്രാഞ്ചിനെ പറയുന്ന പേരാണ് ജെനറ്റിക്സ്. അതിൻ്റെ ആദ്യത്തെ ഭാഗമാണ് നമ്മളിവിടെ പറയാൻ പോകുന്ന ആ പ്രിൻസിപ്പിൾസ്. മീൻസ് അതിൻ്റെ തുടക്കം എവിടെയാണ്? 1865 ഗ്രിഗർ ജൊഹാൻ മെൻഡൽ എന്ന് പറയുന്നത്. മെൻഡൽ, ആ പേര് വേണം ഓർമ്മ കേട്ടോ. ഗ്രിഗർ ജൊഹാൻ മെൻഡൽ എന്ന് പറയുന്ന ഒരു പ്രീസ്റ്റ്. ഓസ്ട്രിയ എന്ന് പറഞ്ഞ രാജ്യം കേട്ടില്ല? ഓസ്ട്രിയയിലെ ഒരു സ്ഥലത്തെ പ്രീസ്റ്റ്, പള്ളിയിലെ വികാരിയായിരുന്നു. ആരെന്ന് പറയുന്നു? പുരോഹിതനായിരുന്നു. ആര്? ഈ ഗ്രിഗർ ജൊഹാൻ മെൻഡൽ എന്ന് പറയുന്ന പുള്ളിക്കാരൻ ഒഴിവ് സമയങ്ങളിൽ, കിട്ടിയ സമയങ്ങളിലെല്ലാം ഗാർഡനിങ്ങും അതുപോലെ കൃഷിയിലൊക്കെ വളരെ താല്പര്യമായിരുന്നു. അപ്പോൾ കിട്ടിയ സമയത്തെല്ലാം പള്ളിയുടെ ചുറ്റും, പള്ളിമേടയ്ക്ക് ചുറ്റുമുള്ള ചെടികളെ പരിപാലിച്ച് അവയിൽ പുതിയ പുതിയ പരീക്ഷണങ്ങൾ നടത്തിയൊക്കെ സമയം ചെലവഴിച്ചു. ആ കൂട്ടത്തിലാണ് അദ്ദേഹം പിസം സറ്റൈവം എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ഓർമ്മ. പിസം സറ്റൈവം നമ്മുടെ സ്വീറ്റ് പി എന്നൊക്കെ പറയും, നമ്മുടെ പട്ടാണിപ്പയർ പോലത്തെ ഒരു പയറാണ് പിസം സറ്റൈവം അല്ല പീ പ്ലാൻ. അതിൽ കുറേ പരീക്ഷണങ്ങൾ അദ്ദേഹം നടത്തി. ശരിക്കും ആ നടത്തി അദ്ദേഹം പള്ളിയിൽ കുമ്പസാരിക്കുകയോ അല്ലെങ്കിൽ പ്രാർത്ഥനയോ അല്ലെങ്കിൽ എന്തെങ്കിലും കുർബാന നടത്തുകയൊക്കെ ചെയ്യേണ്ടതിന് ചുമ്മാതെ വന്ന് ഉള്ള ചെടിയൊക്കെ നോക്കി പൂക്കളൊക്കെ അന്നാഴ്ച വെള്ളം ഒഴിച്ചു വിടുക, എന്നിട്ട് പുതുക്കറി തിരികെ പോകാമല്ലോ. പുള്ളിക്കാരൻ അവിടെ നിന്ന് കുറേ പരീക്ഷണം വെച്ചതിൻ്റെ ഫലമായിട്ടാണ് നമ്മളിത് പഠിക്കേണ്ടി വന്നത്. എന്നാരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? ഉണ്ടോ? നല്ല ചിന്തയാണോ? ആണോ? അല്ലല്ലോ. അത് നല്ല ചിന്തയാണോ? അല്ലല്ലോ. എന്തല്ലാത്ത അതൊരു വിപ്ലവത്തിൻ്റെ തുടക്കമായിരുന്നു. ആ എക്സ്പീരിമെൻറ്റ്സ് മെൻ്റല് ആ പള്ളിമേടയ്ക്ക് ചുറ്റും നടത്തിയ ആ എക്സ്പീരിമെൻറ്റ്സ്, ആ പരീക്ഷണങ്ങൾ ഒരു യുഗത്തിൻ്റെ പിറവിയാണോ അല്ലെങ്കിൽ ഒരു കുതിച്ചുചാട്ടത്തിൻ്റെ തുടക്കമാണ്. കാരണം അതാണ് പിന്നീട് നമ്മുടെ ഹരിത വിപ്ലവത്തിനൊക്കെ ഊർജം പകർന്നത്, അല്ലെങ്കിൽ എന്താണ്
നമുക്കാവശ്യമായ ആഹാരമൊക്കെ ഉണ്ടാക്കാൻ എന്തോരം സ്ഥലം വേണ്ടി വരും. പണ്ടത്തെ നെല്ലിനങ്ങളല്ല ഗോതമ്പൊക്കെ കൃഷി ചെയ്യുകയാണെങ്കിൽ നമുക്ക് കഴിക്കാനുള്ള സാധനം കിട്ടുമോ? ഇല്ല. പക്ഷേ ഇന്ന് കൂടുതൽ വിളവുള്ള, കൂടുതൽ ഉൽപ്പാദനക്ഷമതയുള്ള വിത്തനങ്ങളെയൊക്കെ വികസിപ്പിച്ചെടുക്കുന്നതിന് തുടക്കം ഈ പരീക്ഷണങ്ങളായിരുന്നു. പോട്ടെന്നാ ചികിത്സാ രംഗത്താണെങ്കിൽ പോലും നമ്മൾ ഇൻസുലിൻ, ഇന്ന് പ്രമേഹം, ഡയബറ്റീസ് ഇല്ലാത്തവരാരും കാണത്തില്ല അല്ലേ? അവർക്ക് ആവശ്യമായ ഇൻസുലിനൊക്കെ നിർമ്മിച്ചെടുക്കുന്നത് ഈ ജനറ്റിക് എഞ്ചിനീയറിംഗ് മുഖാന്തരം ആണ്. അതിൻ്റെ നേട്ടങ്ങൾ കൊണ്ടാണ് നമ്മൾ ആ തരത്തിൽ ജീവിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് ആ മരുന്നുകൾ ഉണ്ടാക്കാൻ പറ്റുന്നത്. അപ്പം അന്ന് ആ തുടക്കം കുറിച്ചതിൻ്റെ അനുഭവം, ആ തുടക്കം കുറിച്ചതിൻ്റെ വർഷങ്ങൾക്ക് മുമ്പ് തുടക്കം കുറിച്ചതിൻ്റെ നല്ല വശങ്ങൾ, നല്ല ഇമ്പാക്റ്റ് അനുഭവിക്കുന്നത് നമ്മളാണ് അല്ലേ? നമ്മുടെ ജനറേഷനിലേക്ക് വന്നപ്പോൾ നമുക്കത് കൃത്യമായിട്ടത് ഗുണകരമായിട്ട് ഭവിച്ചിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും ഇത് പഠിക്കണം, നമ്മൾ പഠിക്കേണ്ടതാണ്. എന്താണ് അദ്ദേഹം ചെയ്തത് എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. അങ്ങോട്ട് പറയുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങളൊന്നും മനസ്സിലാകാം. ബേസിക്കായിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മളൊന്നും മനസ്സിലാക്കും. പുള്ളി ഞാൻ പറഞ്ഞു പയറ് ചെടിയിലാണ്, പിസം സറ്റൈവത്തിലാണ് എക്സ്പെരിമെൻ്റ് നടത്തി. പിസം സറ്റൈവം പയറ് ചെടിയിലാണ്, പട്ടാണിപ്പയർ. എന്തുകൊണ്ടാണ് അദ്ദേഹം പയറ് ചെടിയെ സെലക്ട് ചെയ്തത്? കുറേ റീസൺസ്. ഒന്ന്, ഇറ്റ് ഹാസ് എ ലാർജ് നമ്പർ ഓഫ് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ്, അല്ലാതെ ലാർജ് നമ്പർ ഓഫ് വെറൈറ്റീസ്. ധാരാളം വെറൈറ്റീസ് ഉണ്ട് ഇല്ലേ? തീർച്ചയായും. അത് ഉദാഹരണം പയർ തന്നെ, നമ്മുടെ വീട്ടിൽ പയർ തന്നെ, ബീൻസ് ഉണ്ട്, വാളരിപ്പയറുണ്ട്, കഞ്ഞിക്കുഴിപ്പയറുണ്ട്, അല്ലാത്ത പയറുണ്ട്, അമരപ്പയറുണ്ട് ഇല്ലേ? എന്തോരം തരത്തിൽ, ചെറുപയർ, വൻപയർ, കുറ്റിപ്പയർ ഇല്ലേ? പലതരത്തിലെ പയറുകളുണ്ട്. അപ്പം പിന്നെ പൂവിൻ്റെ നിറം വയലറ്റ് കളറുള്ള പൂക്കളുണ്ട്, വെള്ള കളറിലുള്ള പൂക്കളുണ്ട്. ഇപ്പോൾ വൻപയറിൻ്റെ വിത്തിൻ്റെ, പയറിൻ്റെ കളർ എന്താണ്? ഒരു ചെങ്കൽ കളറാണ്. നേരെ മറിച്ച് ചെറുപയറോ പച്ചക്കളർ. അപ്പോൾ സീഡിന് വ്യത്യാസം, സീഡ് പോഡിൻ്റെ വ്യത്യാസം. വയലറ്റ് കളറിലെ പയർ തൂങ്ങി കിടക്കുന്നുണ്ടല്ലേ? അപ്പോൾ സീഡ് പോഡിനും വ്യത്യാസമുണ്ട്. പിന്നെ ചില ബീൻസൊക്കെ ഇച്ചിരി, വാളരിപ്പയറൊക്കെ വാളരിപ്പയർ കണ്ടിട്ടില്ലേ? ഇച്ചിരി എന്താണ് വീതിയുള്ള പയറാണ്. മറ്റേതൊക്കെ ഉരുണ്ട് പോലെ, സാധാരണ പയർ പോലെയാണ് ബീൻസ് ഇരിക്കുന്നത്. അല്ല, അതിനും വ്യത്യാസമുണ്ട്. അപ്പം സീഡ് പോഡിൻ്റെ ഷേപ്പിന് വ്യത്യാസമുണ്ട്, സീഡ് പോഡിൻ്റെ കളറിന് വ്യത്യാസമുണ്ട്, സീഡിൻ്റെ കളർ വ്യത്യാസമുണ്ട്, സീഡിൻ്റെ ഷേപ്പ്. ചില ചുളുങ്ങിയ പയർ വിത്തുകളുണ്ട്, ചുളുങ്ങിയതായിരിക്കും അതിൻ്റെ പുറംഭാഗം. അപ്പം അങ്ങനെ ചുളുങ്ങിയ വിത്തുകളുണ്ട്. പിന്നെ പയർ ഞാൻ പറഞ്ഞല്ലോ, നീളമുള്ള പയർ, പറന്ന് പന്തടിച്ച് കയറിപ്പോകുന്ന പയറുണ്ട്, കുറ്റിപ്പയറുണ്ട്, നമുക്കറിയാവുന്ന കാര്യം അല്ലേ? അതേപോലെ ഫ്ലവറിൻ്റെ പൊസിഷൻ ഉണ്ട്. ആക്സിലറി ആകാം, ചിലപ്പോൾ ടെർമിനൽ ആകാം ഫ്ലവർ പൊസിഷൻ. അപ്പോൾ ഫ്ലവറിൻ്റെ പൊസിഷനിൽ വ്യത്യാസമുണ്ട്. ഇങ്ങനെ ഒരുപാട് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് എന്നാണ് പറഞ്ഞത്. കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഇതാണ്: നീളം കൂടിയ പയറുണ്ടെങ്കിൽ നീളം കുറഞ്ഞ പയറുണ്ട്, വെള്ളപ്പൂ ഉണ്ടാകുന്ന പയറുണ്ടെങ്കിൽ വയലറ്റ് കളറിലുള്ളതാണ്, ഉരുണ്ട വിത്തുണ്ടെങ്കിൽ ചുളുങ്ങിയ വിത്തുള്ള. മനസ്സിലായി? ഇതാണ് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടർ. ഇങ്ങനെ ധാരാളം കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് ഉള്ള വെറൈറ്റീസ് എവിടെ ഉണ്ട്? പയർ ചെടി. അത് ഇദ്ദേഹത്തെ ആകർഷിച്ചൊരു ഘടകമാണ്. അപ്പോൾ കാരണം എന്താ? ഓരോ സ്വഭാവവും വെച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഈ എക്സ്പെരിമെൻറ്റ്സ് റിപ്പീറ്റ് ചെയ്ത് ഇതിൻ്റെ ആക്യുറസി മനസ്സിലാക്കാൻ പറ്റും. റിപ്പീറ്റഡ് ആയിട്ട് സെയിം റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ അത് പക്കെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും, തെളിയിക്കാൻ പറ്റും. അപ്പോൾ ഒരേ എക്സ്പെരിമെൻ്റ് പല ക്യാരക്ടേഴ്സ് വെച്ച് അദ്ദേഹം റിപ്പീറ്റ് ചെയ്തു. 7 ക്യാരക്ടേഴ്സാണ് അദ്ദേഹം സെലക്ട് ചെയ്തത്. അദ്ദേഹം എക്സ്പെരിമെൻ്റായിട്ട് എടുത്തത് 7 ക്യാരക്ടർ. ഈ 7 എന്നുള്ള നോർത്ത് വെച്ചോണം കേട്ടോ, ഞാൻ ഇടയ്ക്ക് ചോദിക്കും. അപ്പോൾ ഈ 7 ക്യാരക്ടേഴ്സാണ് അദ്ദേഹം എക്സ്പെരിമെൻറ്റ്സിന് വേണ്ടി സെലക്ട് ചെയ്തത്. ഏതൊക്കെ? ഒന്ന്, സീഡ് ഷേപ്പ്. ഞാൻ പറഞ്ഞു സീഡിൻ്റെ ഷേപ്പ് ചിലപ്പോൾ റൗണ്ട് ആകാം, ചിലപ്പോൾ ചുളുങ്ങിയതായിരിക്കും, റിങ്കിൾഡ് ആകാം. ദെൻ സീഡിൻ്റെ കളർ, നമ്മൾ മുമ്പ് പറഞ്ഞ വൻപയറിൻ്റെയും ചെറുപയറിൻ്റെയും കളറിലുള്ള വ്യത്യാസം പോലെ തന്നെ ഫ്ലവറിൻ്റെ കളറിൽ വ്യത്യാസമുണ്ട്. ആ 2 വ്യത്യസ്ത കളറുള്ള ഫ്ലവർ എടുത്ത് അദ്ദേഹം എക്സ്പെരിമെൻ്റ് ചെയ്തു. പോഡിൻ്റെ ഷേപ്പ്, സീഡ് പോഡിൻ്റെ ഷേപ്പ് ചിലത് എന്താണ്? ഇപ്പോൾ വാളരിപ്പയർ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അല്ല, വടിവാൾ പോലും ഇങ്ങനെ നീണ്ടിരിക്കും. മറ്റേ പയറാണ്, സാധാരണ പയറെന്ന് പറഞ്ഞാൽ ഇങ്ങനെ അല്ലേ, ഇങ്ങനെ ആയിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ സീഡ് പോഡിൻ്റെ ഷേപ്പ്, ഈ കളർ വ്യത്യാസമുണ്ട്, സീഡ് പോഡിൻ്റെ കളർ വ്യത്യാസമുണ്ട്. ഫ്ലവറിൻ്റെ പൊസിഷൻ ആക്സിലറി ആണോ, അതായത് ഈ ഇല വരുന്നതിൻ്റെ ഭാഗത്തു നിന്നാണോ ഫ്ലവർ ഉണ്ടായി വരുന്നത്, അതോ ഇനി ഏറ്റവും തുമ്പത്താണോ, ടെർമിനൽ ആണോ, അങ്ങനെ ഫ്ലവർ പൊസിഷൻ. സ്റ്റെം ഹൈറ്റ്, നീളമുള്ളതാണോ നീളം കുറഞ്ഞാണോ. ഇങ്ങനെ 7 കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് വെച്ചുകൊണ്ടാണ് എക്സ്പെരിമെൻ്റ് നടത്തിയത് മെൻ്റൽ എക്സ്പെരിമെൻ്റ് നടത്തിയത്. ഓക്കെ. അപ്പോൾ ഒന്നാമത്തെ അദ്ദേഹം ഈ പീ പ്ലാൻ ചില പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്, ഹൗ ഡിഡ് മെൻഡൽ സെലക്ട് പീ പ്ലാൻ ഫോർ ഹിസ് എക്സ്പെരിമെൻറ്റ്സ്. അദ്ദേഹത്തിൻ്റെ എക്സ്പെരിമെൻറ്റ്സിന് വേണ്ടി എന്തുകൊണ്ടാണ് മെൻഡൽ പീ പ്ലാനിനെ സെലക്ട് ചെയ്തത്? അതിലൊന്നാണ് ഇറ്റ് ഹാസ് എ ലാർജ് നമ്പർ ഓഫ് വെറൈറ്റീസ് വിത്ത് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ്. ധാരാളം വെറൈറ്റീസ് ഉണ്ട് വിത്ത് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ്. ആ കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടർ നോട്ട് ചെയ്യേണ്ട വാക്ക് തന്നെ കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ്. രണ്ടാമത്തെ
ഇതിൻ്റെ ഫ്ലവർ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഇതിൻ്റെ ഫ്ലവർ +1 നമ്മളൊന്ന് വരച്ചാണ്. ഇങ്ങനെ ഫ്ലവർ ഇരിക്കുന്നത് പഠിച്ചിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് പെറ്റല, വിങ് പെറ്റല, കീല്, ഇത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. +1 നമ്മൾ പറഞ്ഞ ഈ കീലെന്ന് പറയുന്നത് ഒരു ബോട്ട് ഷേപ്പാണ്, ബോട്ട് പോലെ ഇരിക്കും. ഇതിനകത്താണ് ഇവൻ്റെ ആൻഡ്രീഷ്യവും ഗൈനീഷ്യവും ഇരിക്കുന്നത് എന്ന് പറഞ്ഞാൽ സ്റ്റേമനും അതുപോലെ തന്നെ ഓവറിയൊക്കെ ഇരിക്കുന്നത് ഇതിനകത്താണ്. കണ്ടോ? ഇത് മൂടി വെച്ചേക്കുക. ഈ കീൽ എന്ന് പറഞ്ഞ പറ്റ ബോട്ട് പോലെ ഇരിക്കും, അതിങ്ങനെ ഇതിനെ പൊതിഞ്ഞിരിക്കും. അതുകൊണ്ട് എന്താണെന്നറിയാം, പുറമേ നിന്ന് പോളൻ ഗ്രെയിൻസ് ഇങ്ങോട്ട് വീഴത്തില്ല. ഇവിടാണ് പോളൻ ഗ്രെയിൻസ് പതിക്കേണ്ടത്. ഇത് ഓവറിയാണ്, ഇവിടാണ് പോളൻ ഗ്രെയിൻസ്. ഈ പോളൻ ഗ്രെയിൻസ് പുറമേ നിന്ന് വരുന്നത് കാരണം മൂടി വെച്ചേക്കുക. പിന്നോ ഇതിൻ്റെ തന്നെ പോളൻ ഗ്രെയിൻസ് ഇങ്ങോട്ട് വീഴുന്നത്. മീൻസ് സെൽഫ് പോളിനേഷൻ ആണ് സാധാരണ ഇവിടെ നടക്കുന്നത്. യൂഷ്വലി പീ പ്ലാന്റ്സ് ആർ സെൽഫ് പോളിനേറ്റഡ്. സെൽഫ് പോളിനേറ്റ്, സ്വന്തം പൂമ്പൊടിയാനാണ് അവിടെ വീഴുന്നത്. മനസ്സിലായോ? പുറമേ നിന്ന് വരുത്തില്ല, കാരണം അതിനെ മൂടി വെച്ചേക്കുക. അതുകൊണ്ട് തന്നെ അപ്പം യൂഷ്വലി എന്താണ്, ദേ ആർ സെൽഫ് പോളിനേറ്റഡ് ബട്ട് ക്യാൻ ബി ഈസിലി ക്രോസ് പോളിനേറ്റ്. എന്ത് ചെയ്യാൻ പറ്റും? വളരെ ഈസി ആയിട്ട് ഇതിനെ ക്രോസ് പോളിനേറ്റ് ചെയ്യുക. എങ്ങനെ? മുട്ടായി വരും, മുട്ട് വിരിയുന്നതിന് മുമ്പ് തന്നെ, മുട്ടായിട്ട് വരുന്ന സമയത്ത് തന്നെ നമ്മളിത് ഓപ്പൺ ചെയ്യും. ഓപ്പൺ ചെയ്തിട്ട് ഈ സ്റ്റേമിനെ മൊത്തം, ആന്തേഴ്സിനെ മൊത്തം കട്ട് ചെയ്ത് കളയും. കണ്ടോ? ഗൈനീഷ്യം മാത്രമുണ്ട് ഇവിടെ, ഓവറിയും സ്റ്റിഗ്മൻ സ്റ്റൈലും മാത്രമുണ്ട്, ബാക്കിയെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞു. കണ്ട? ഇനി എന്ത്? ഇതിപ്പം വെള്ള കളറിലെ പൂവാണെന്ന് വെച്ചു, വയലറ്റ് കളറിലെ പൂ ഉണ്ടാകുന്നതിൻ്റെ അതിൻ്റെ സ്റ്റേമിനിൽ നമ്മൾ ഒരു ബ്രഷ് ഉപയോഗിച്ചുകൊണ്ട് പോളൻ ഗ്രെയിൻസ് എടുത്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുവെക്കും. അപ്പം വയലറ്റിൽ നിന്ന് പോളൻ ഗ്രെയിൻ വന്നു. മെയിൽ പാർട്ട്ണർ എന്ന് പറഞ്ഞാൽ ആരാണ്? വയലറ്റ് ആണ്. ഫീമെയിൽ പാർട്ട് ഇവിടാണ്, വൈറ്റ് ആണ്. അപ്പോൾ അവിടെ ക്രോസ് പോളിനേറ്റ് ചെയ്ത് ഇവിടെ വന്ന് എന്ത് ഫെർട്ടിലൈസേഷനൊക്കെ നടന്നിട്ട് ഇത് ഫ്രൂട്ട് സീഡായിട്ട് പയറായിട്ട് മാറുന്നു. അതിൻ്റെ വിത്തെടുത്ത് നട്ട് നോക്കുമ്പോൾ വെള്ളയാണോ കിട്ടിയ വയലറ്റാണോ കിട്ടിയെന്ന് നോക്കാം. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയിട്ട്. ഇപ്പം നേരെ മറിച്ചൊരു മാവിൻ്റെ പൂവാണ്, മാവേലാണ് പുള്ളിക്കാരൻ എക്സ്പെരിമെൻ്റ് ചെയ്തത്. പുള്ളി ഇങ്ങനെ വിചാരിച്ചു, നല്ല മധുരമുള്ളൊരു മാവും പുളി ആയ ഒരു മാങ്ങ, ആ മാവും തമ്മിൽ ക്രോസ് പോളിനേറ്റ് ചെയ്താൽ എന്ത് മാങ്ങയായിരിക്കും ആ മാവിൽ നിന്ന് ഉണ്ടാകുന്നതെന്ന് അറിയാൻ വേണ്ടി പുള്ളി മാവിൻ്റെ പൂവ് അറിയാൻ വളരെ ചെറുതാണ്. ആ ചെറിയ പൂവിൽ പോളിനേഷൻ നടത്തുന്ന ആലോചിച്ച് എന്ത് പാടാണ് അല്ലേ? ഇനി അഥവാ നടത്തിയെന്ന് വെച്ചോ, നടത്തിയിട്ട് അത് മാങ്ങയായിട്ട് മാറണം, ആ മാങ്ങ വിളയണം, പഴുത്തിട്ട് അതിൻ്റെ മാങ്ങാണ്ടി താഴെ വീഴണം, അത് കിളിച്ച് ഒരു 8-10 വർഷം കൊണ്ട് വളർന്ന് വലുതായി വന്നു കഴിഞ്ഞ് പൂത്തിട്ട് മാങ്ങ ഉണ്ടായിട്ട് അത് പഴുത്ത് പറിച്ച് നോക്കി തിന്നുമ്പോഴേ ആ കിട്ടിയതിൻ്റെ ഉത്തരം റിസൾട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. പുളി മാങ്ങയാണോ ഉണ്ടായത്, നല്ല മധുരമുള്ള മാങ്ങയാണോ ഉണ്ടായത്, അത് രണ്ടും കൂടെ മിക്സ് ചെയ്തുള്ള മാങ്ങയാണോ ഉണ്ടായത്. മിക്കവാറും അതിനു മുമ്പ് തന്നെ ആ എക്സ്പീരിയൻസ് നടത്തുന്നതിനെ എന്ത് ചെയ്യും, മറ്റേ മാവ് വെട്ടി തെക്കോട്ട് എടുക്കേണ്ടി വരും ഇല്ലേ? അപ്പോൾ അവിടെ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ മാവെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ലൈഫ് സ്പാൻ വളരെ കൂടുതലാണ് അല്ലേ? നേരെ മറിച്ച് പയറിൻ്റെയോ ഷോർട്ട് ലൈഫ് സ്പാൻ ആണ്. അതിൽ വളരെ കുറഞ്ഞ ആഴ്ച, വളരെ പെട്ടെന്ന് 5-6 മാസം കൊണ്ട് തന്നെ പൂത്ത് കായ്ച്ച് വിളവ് നമുക്ക് കിട്ടുകയാണ്, നമുക്ക് റിസൾട്ട് കിട്ടുകയാണ്. 4-5 മാസം കൊണ്ട് നമുക്ക് റിസൾട്ട് കിട്ടുകയാണ്. അവിടെ മാവിൻ്റെ കേസിൽ 10-15 വർഷം 8-10 വർഷം കാത്തിരിക്കണം നമുക്ക് റിസൾട്ട് കിട്ടണമെങ്കിൽ. മനസ്സിലായോ? അതേപോലെ തന്നെ വളരെ ഈസി ആയിട്ട് ഇവിടെ നമുക്ക് വലിയ ഫ്ലവറാണ് ഇത്. വളരെ ഈസി ആയിട്ട് നമുക്ക് ഇവൻ്റെ മാസ്കുലൈസേഷൻ എന്നാണ് പറയുന്നത്. വളരെ ഈസി ആയിട്ട് നമുക്ക് ആന്തേഴ്സിനെ എന്ത് ചെയ്യാൻ പറ്റും? കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ക്രോസ് പോളിനേറ്റ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? അങ്ങനെ കുറേ. അതേപോലെ തന്നെ ഹൈബ്രിഡ് ആയിട്ടുള്ള സീഡ് ഇപ്പം ഇവിടെ കൂട്ടിച്ചേർന്ന് ഇവിടെ പയറുണ്ടായി. ആ പയറിൻ്റെ വിത്ത് ഇട്ട് കിളിപ്പിച്ചാൽ ആ പയറുമണിയെല്ലാം എന്ത് ചെയ്യും? കിളിക്കും. മനസ്സിലായി? എന്ന് പറഞ്ഞാൽ ഫെർട്ടൈലായിട്ടുള്ള സീഡായിരിക്കും നമുക്കിവിടെ കിട്ടുന്നത്. ചിലപ്പോൾ ഹൈബ്രിഡ് ആയിട്ടുള്ള സാധനം സീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കിളിക്കാൻ സാധ്യത കുറവാണ് ചില കേസിൽ. പക്ഷെ പയറിൻ്റെ കേസിൽ അങ്ങനെയില്ല. ആ ഹൈബ്രിഡ് ആയിട്ടുള്ള സീഡ് എന്ത് ചെയ്യും? ജെർമിനേറ്റ് ചെയ്തോളും. അപ്പം അതും കുഴപ്പമില്ല. പിന്നെ അതുമല്ല, ഇവിടെ ഒരു പയറ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും നീളത്തെ ഒരു പയറ് കിട്ടുന്നത്. ഒരു പൂവി ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും നീളത്തിൽ ഇതിനകത്ത് 10-12 എന്തുണ്ടാവും? പയറുമണിയാണ്. മനസ്സിലായോ? അപ്പോൾ അത്രയും കൂടെ ആക്യുറസിയാണ്. അപ്പോൾ അത്രയും വിത്താണ്, അത്രയും ചെടികളാണ് നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് നേരെ മറിച്ച് ഒരു മാവിൻ്റെ പൂവ് ചെയ്താലോ ഒറ്റ മാങ്ങാണ്ടിയേ കിട്ടത്തുള്ളൂ. കാര്യം മനസ്സിലായോ? അപ്പോൾ അതാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കൊണ്ടാണ് മെൻഡൽ എന്തിനെ സെലക്ട് ചെയ്തത്? പീ പ്ലാന്റിനെ സെലക്ട് ചെയ്തത്. എന്തിനു വേണ്ടി? അദ്ദേഹത്തിൻ്റെ എക്സ്പെരിമെൻറ്റിന് വേണ്ടി. മനസ്സിലായല്ലോ? ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ?
ആയോ? ഇത്ര ബേസിക്കാണ്. ഇനി പുള്ളി എന്ത് ചെയ്തു? പരീക്ഷണം നടത്താൻ പോകും. അദ്ദേഹത്തിൻ്റെ എക്സ്പെരിമെൻ്റ്, അദ്ദേഹം ആദ്യം ചെയ്തൊരു എക്സ്പെരിമെൻറ്റ്, നീളമുള്ളൊരു പയറുചെടി എടുത്തു, നീളം കുറഞ്ഞ ഒരു പയറുചെടി എടുത്തു. ശരിക്കും നമ്മൾ പുള്ളി ആദ്യം ചെയ്ത് എന്താണെന്ന് പറയാം. നീളമുള്ള പയറുചെടി എടുത്തു, നീളം കുറഞ്ഞ പയറുചെടി എടുത്തു, ഇതിനെ തമ്മിൽ ക്രോസ് പോളിനേറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഒരെണ്ണത്തിൻ്റെ പൂമ്പൊടി എടുത്ത് ഇപ്പുറത്തെ ഫ്ലവറിനകത്ത് ഇട്ടു. മനസ്സിലായി? അപ്പം ക്രോസ് പോളിനേറ്റ് ചെയ്തു. ക്രോസ് പോളിനേറ്റ് ചെയ്തിട്ട് ആ വിത്തെടുത്ത് കിളിപ്പിച്ചപ്പം അദ്ദേഹം അത്ഭുതപ്പെടുത്ത, സ്വാഭാവികമായിട്ടും നമ്മളാണെങ്കിൽ എക്സ്പെക്റ്റ് ചെയ്യുന്ന റിസൾട്ട് എന്തായിരിക്കും? ഒരു നീളം ഹൈറ്റ് ഒത്തിരിയുള്ള പ്ലാന്റും ഹൈറ്റ് വളരെ കുറഞ്ഞ പ്ലാന്റും തമ്മിൽ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന മെൻ്റൽ എന്തായിരിക്കും എക്സ്പെക്റ്റ് ചെയ്ത്? നമ്മൾ എന്തായിരിക്കും കോമൺ സെൻസ് കൊണ്ട് ചിന്തിക്കുന്നത്? അങ്ങനെ സാധനം ഇല്ല അല്ലേ? എന്തായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത്? ഒരു മീഡിയം സൈസിൽ അല്ലേ? നമ്മൾ ഒരു നീഗ്രോയും സായിപ്പുടെയും കല്യാണം കഴിച്ചാൽ ഉണ്ടാകുന്ന കുട്ടി എന്തായിരിക്കും? ഇന്ത്യക്കാരനായിരിക്കും അല്ലേ? ഒരു മീഡിയം കളർ അല്ലേ? ഇൻ്റർമീഡിയറ്റ് ആയിരിക്കും നമ്മൾ വിചാരിക്കുന്നത് അല്ലേ? അതോ സായിപ്പിൻ്റെ കൂട്ട് തന്നെ വെളുത്ത കിട്ടുമോ? അല്ല നീഗ്രോയുടെ തന്നെ കറുത്തായിരിക്കുമോ? അല്ല, രണ്ടിൻ്റെയും കൂടെ കൂടി ഒരു പാത്രം കറുത്ത പെയിൻറ്റും ഒരു പാത്രം വെളുത്ത പെയിൻറ്റും കൂടെ കൂട്ടി കലർത്തി കഴിഞ്ഞാൽ എന്താ കിട്ടുന്നതെന്നായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത്. ഒരു ആഷ് കളർ അല്ലേ? ഒരു ഗ്രേ കളർ കിട്ടുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഇതേ എക്സ്പെക്റ്റേഷനാണ് ആർക്കും ഉണ്ടായിരുന്നത്? മെൻ്റലിനും. ടോൾ പ്ലാന്റിനെയും ഡ്വാർഫ് പ്ലാന്റിനെയും തമ്മിൽ ക്രോസ് ചെയ്താൽ എന്തായിരിക്കും കിട്ടുന്നത്? മീഡിയം സൈസിൽ പ്ലാന്റിനെ കിട്ടുമെന്നാണ് ആര് വിചാരിച്ചത്? മെൻ്റൽ എക്സ്പെക്റ്റ് ചെയ്ത്. പക്ഷെ കിട്ടിയ റിസൾട്ട് പുള്ളിയെ ഞെട്ടിച്ച് കളഞ്ഞു. പുള്ളി ഒരു പ്ലാന്റിൻ്റെ ഫ്ലവറിങ് മൊത്തമാണ് ചെയ്യുന്നത്. ഒറ്റ ഫ്ലവറിലല്ല, ഒരു പീ പ്ലാന്റ് എടുക്കുകയാണ്. ആ പീ പ്ലാന്റിൻ്റെ ഫ്ലവർ മൊത്തം ഇങ്ങനെ ക്രോസ് പോളിനേറ്റ് ചെയ്തു. അതിൻ്റെ മൊത്തം വിത്തെടുത്തു. ആ മൊത്തം വിത്ത് എന്ത് ചെയ്തു? കിളിപ്പിച്ചു. മൊത്തം വളർന്നു വന്നത് എല്ലാം ടോൾ പ്ലാന്റാണ്. പുള്ളി ഞെട്ടി. ഒരു കണിക്ക് പോലും അല്ലെങ്കിൽ ഒരു പേരിന് പോലും നീളം കുറഞ്ഞ ചെടിയെ കിട്ടിയില്ല. മാത്രവുമല്ല, എക്സ്പെക്റ്റ് ചെയ്ത മീഡിയം സൈസ് ഒരു പ്ലാന്റും കിട്ടിയില്ല. എല്ലാം ടോൾ പ്ലാന്റ്, ഓൾ വെയർ ടോൾ, എല്ലാം ടോൾ പ്ലാന്റ് ആയിരുന്നു. പുള്ളിക്ക് അപ്പോൾ ഇൻട്രസ്റ്റ് തോന്നി, ഇതെന്ത് ഇങ്ങനെ സംഭവിച്ചേ? പുള്ളി എന്ത് ചെയ്യുന്നത്? അതിലൊരു ചെടി എടുത്തു, അതിനെ മാത്രം അതിൽ ഓരോ ചെടിയും ശ്രദ്ധിക്കാൻ തുടങ്ങി. മീൻസ് ക്രോസ് പോളിനെ നാച്ചുറലായിട്ട് അവരെന്താ നടക്കുന്നത്? സെൽഫ് പോളിനേഷൻ. പുറത്തുനിന്ന് പോളൻ ഗ്രെയിൻസ് വരത്തില്ല. അപ്പോൾ നാച്ചുറലി അവർ സെൽഫ് പോളിനേറ്റഡ് ആയതുകൊണ്ട് പുള്ളി പ്രത്യേകിച്ചൊന്നും ചെയ്യണ്ട. അവിടെ നിന്ന് പയറുണ്ടായി, ആ പയറെടുത്തു. ആ കിളിച്ച് വന്ന ചെടിയിൽ ഉണ്ടായ പയർ പിന്നെ രണ്ടാമെടുത്തു. അപ്പോൾ അവിടെ എന്താ സെൽഫ് പോളിനേഷൻ നടക്കുന്നത്? ആ ചെടിയിൽ സെൽഫ് പോളിനേഷൻ നടന്നാണ് പയറുണ്ടാക്കുന്നത്. അതിനെ കിളിപ്പിച്ചപ്പം പുള്ളി നോക്കിയപ്പോൾ എന്താണ്? കുറേയേറെ ചെടികൾ ടോൾ പ്ലാന്റ് കിട്ടി. കുറച്ച് ചെടികൾ ഡ്വാർഫിനെ കിട്ടി. രണ്ടാമത്തെ തലമുറയെന്ന് ഓർക്കണം. ആ രണ്ടാമത്തെ തലമുറയിൽ കുറേയേറെ പ്ലാന്റ്സ് എന്ത് കിട്ടി? ടോൾ കിട്ടി. കുറച്ച് പ്ലാന്റ്സ് എന്തായി? ഡ്വാർഫായി. അപ്പോഴും ഏതില്ല? മീഡിയം സൈസ് ഇല്ല. മനസ്സിലായോ? ഏതാണ്ട് 3:1 എന്ന് പറയുന്ന അനുപാതം. അതായത് 4 ചെടി ഉണ്ടെങ്കിൽ അത് 3 ടോളും ഒരെണ്ണം ഡ്വാർഫ്. 80 ചെടി ഉണ്ടെങ്കിൽ 3:1 നോക്ക്. സൗകര്യം പോലെ കണക്കാക്കി നോക്കിയാൽ മതി. അപ്പോൾ 3:1 എന്ന് പറഞ്ഞാൽ 4 എണ്ണത്തിൽ എന്താണ്? 3 എന്താണ്? 60 എണ്ണം. 80 ഉണ്ട്, 60 എണ്ണം എന്താണ്? ടോൾ പ്ലാന്റും 20 എണ്ണം ഡ്വാർഫുമാണ്. അതാണ് ആ റേഷ്യോ. അപ്പം ഈ തരത്തിൽ റേഷ്യോ ആണ് അദ്ദേഹത്തിന് കിട്ടിയത്. ഇത് എന്തുകൊണ്ടാണെന്ന് അദ്ദേഹം ചിന്തിച്ചു. ആ ചിന്തയാണ് കുറേ ഇക്വേഷൻസിലേക്ക് അദ്ദേഹത്തെ എത്തിച്ചു. ഇന്നടത്തും ഇന്നവർക്ക് വന്നുകൊണ്ടായിരിക്കും ഇത് ഇങ്ങനെ സംഭവിച്ചതെന്ന് അദ്ദേഹം മനസ്സിലാക്കി. പുള്ളി ടോൾ ഇത് മാത്രം ഹൈറ്റ് മാത്രമല്ല എടുത്തേ. അടുത്ത് വീണ്ടും ഫ്ലവറിൻ്റെ പൊസിഷൻ എടുത്ത് ഇതേ എക്സ്പെരിമെൻറ്റ് ചെയ്തു. പോട്ട് കളർ എടുത്ത് ചെയ്തു, പോട്ട് ഷേപ്പ് എടുത്ത് ചെയ്തു, ഫ്ലവർ കളർ ചെയ്തു, സീഡ് കളർ ചെയ്തു, സീഡ് ഷേപ്പ്, ഇതെല്ലാം ചെയ്തപ്പോഴും ഈ 3:1 എന്ന് പറയുന്ന റേഷ്യോയിലാണ് ആദ്യത്തെ തലമുറയല്ല, രണ്ടാമത്തെ തലമുറ പ്രത്യക്ഷപ്പെട്ടത്. ആ പ്രത്യക്ഷപ്പെട്ടപ്പോഴാണ് ഇദ്ദേഹം ഇതെന്തുകൊണ്ട് ഇങ്ങനെ വരുന്നു എന്ന് ചിന്തിച്ചു. അപ്പോൾ ആദ്യത്തെ ശരിക്കും ആ പേരൻസിൻ്റെ സ്വഭാവം ഒന്നാമത്തെ തലമുറയിൽ അതിലൊരു പേരൻ്റെ മാത്രമേ കിട്ടിയുള്ളൂ അല്ലേ? ഒരു നീളമുള്ള പ്ലാന്റും ഒരു നീളം കുറഞ്ഞ പ്ലാന്റും ആയിരുന്നു പേരൻസ്. അവർക്കുണ്ടായ കുട്ടിയാണ് ഒന്നാമത്തെ തലമുറ. അതെല്ലാം എങ്ങനെയായിരുന്നു? ടോളായിരുന്നു. അതായത് ഒരു പേരൻ്റെ സ്വഭാവം മാത്രമേ അവിടെ കിട്ടിയുള്ളൂ. ഇനി അതിനെ തന്നെ സെൽഫ് പോളിനേഷൻ നടത്തി കിട്ടിയുണ്ടായ മീൻസ് കൊച്ചുമക്കൾ നമുക്ക് പറയാം അല്ലേ?
പൈറേഡിയുടെ കൊച്ചുമക്കൾ അല്ലേ? അതിനകത്ത് എന്താ വന്നത്? 3:1 റേഷ്യോയിൽ. അപ്പം ഇവിടെ ഇത് വരണമെങ്കിൽ രണ്ടാമത്തെ തലമുറയിൽ ഡ്വാർഫ് വരണമെങ്കിൽ ഒന്നാമത്തെ തലമുറ ഉണ്ടായപ്പോൾ അവിടെ ഡ്വാർഫിൻ്റെ കാരണക്കാരനായ ഫാക്ടർ മറഞ്ഞ് അവിടെ കിടപ്പുണ്ടായിരുന്നു. ഇല്ലെങ്കിൽ ഇവിടെ വരത്തില്ല ഡ്വാർഫ്. അപ്പോൾ അവിടെ മറിഞ്ഞു കിടക്കുമായിരുന്നു എന്ന് ആര് മനസ്സിലാക്കി? ആദ്യം മെൻ്റൽ മനസ്സിലാക്കി. ഓക്കെ, ആ മറിഞ്ഞു കിടന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായോ? മറിഞ്ഞു കിടന്നില്ലായിരുന്നെങ്കിൽ രണ്ടാമത്തെ തലമുറ ഈ ഡ്വാർഫ് വരത്തില്ല. അപ്പോൾ ഡ്വാർഫ് ഇവിടെ വന്നെങ്കിൽ ഒന്നാമത്തെ തലമുറയിലെ ടോളിൻ്റെ ഇടയ്ക്ക് ആരും മറിഞ്ഞു കിടപ്പുണ്ട്, ഡ്വാർഫിന് കാരണമായ ഫാക്ടർ മറിഞ്ഞ് കിടപ്പുണ്ടെന്ന് മെൻ്റൽ മനസ്സിലാക്കി. അപ്പോൾ അതെന്താണ് മറിഞ്ഞു കിടന്നത്? അപ്പോൾ എങ്ങനെയായിരിക്കും ഈ സ്വഭാവം, ഈ ഫാക്ടർ ഒരാളിൽ നിന്ന് അടുത്തതിലേക്ക് പോകുന്നതെന്ന് അദ്ദേഹം ചിന്തിച്ചു. അത് കാണിക്കാൻ വേണ്ടി നോക്കിയോണം. നമ്മൾ പഠിക്കുമ്പോൾ വളരെ എളുപ്പമായിട്ട് തോന്നി, നമ്മൾ എഴുതുമ്പം വളരെ എളുപ്പമായിട്ട് തോന്നും. പക്ഷേ പുള്ളി റിവേഴ്സിലാണ് ചിന്തിച്ചത്. പുള്ളിക്ക് കിട്ടിയ റിസൾട്ട് വെച്ചുകൊണ്ടാണ് പുള്ളി ഇങ്ങനെയാണ് ഇത് ഇൻഹെറിറ്റ് ചെയ്തതെന്ന് അദ്ദേഹം മനസ്സിലാക്കിയത്. ഓക്കെ, ഇനി എന്താണ് അദ്ദേഹം മനസ്സിലാക്കിയത് എന്നാണ് പറയാൻ പോകുന്നത്. ഓക്കെ, ശ്രദ്ധിക്കണം, വളരെ സിമ്പിളാണ്. പുള്ളി ഒരു ടോൾ പ്ലാന്റ് എടുത്തു, ഒരു ഡ്വാർഫ് പ്ലാന്റ് എടുത്തു. ഈ ടോൾ പ്ലാന്റിനെ കാണിക്കാൻ വേണ്ടി, റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം എടുത്ത ലെറ്ററാണ് ക്യാപിറ്റൽ ടി. 2 ക്യാപിറ്റൽ ടി ഉണ്ട്. കാരണം 2 പേരൻസ് ഇല്ലേ, അമ്മ അച്ഛനും ഇല്ലേ. ഈ ചെടി ടോൾ എന്ന് പറയുന്ന ചെടിയുടെ സ്വഭാവം കിട്ടിയാൽ അവൻ്റെ അച്ഛനിൽ നിന്നും അവൻ്റെ അമ്മയിൽ നിന്നോ. അപ്പോൾ അച്ഛനിൽ നിന്ന് നീളത്തിന് കാരണമായൊരു ഫാക്ടർ വന്ന് കാണും, അമ്മയിൽ നിന്ന് ഇവന് കിട്ടിക്കാണും. ആ 2 ക്യാപിറ്റൽ ടി ആന്ന് വെച്ചു. മനസ്സിലായി? അപ്പോൾ ഇവനെ കാണിക്കാൻ വേണ്ടി ക്യാപിറ്റൽ ടി. അങ്ങനെയാണ് ഇവനെയോ ക്യാപിറ്റൽ ഡി അല്ലേ? അല്ലല്ലോ. ആണോ? അല്ലല്ലോ. പിന്നോ സ്മോൾ ടി ആണ് ഉപയോഗിച്ചത്. അപ്പോൾ ഇവൻ്റെ അച്ഛനിൽ നിന്നും അമ്മയിൽ നിന്നും ഏത് വന്നിരിക്കുന്നത്? സ്മോൾ ടി. അതുകൊണ്ടാണ് ഇവൻ ഡ്വാർഫായിട്ട് ഇരുന്നത്. ടോളിനെ എന്താണ് ക്യാപിറ്റൽ ടി എന്ന് പറയുന്ന ലെറ്റർ കൊണ്ട് റെപ്രസെൻ്റ്. ഇനി ഇവിടെ നിന്ന് ഗ്യാമേറ്റ്സ് ഉണ്ടാകും. ഇവിടുന്ന് ഓവം ഉണ്ടാകുന്നതിൽ ആ ഓവത്തിനകത്തല്ലേ ഏതേ കാണത്തുള്ളൂ? ക്യാപിറ്റൽ ടി. 50 ഓവം ഉണ്ടാകുന്നെങ്കിൽ 50 ഓവത്തിനകത്ത് ഏതേ കാണത്തുള്ളൂ? ക്യാപിറ്റൽ ടി. ഇവിടെ സ്പേം പോളൻ ഗ്രെയിൻസ് അത് 50 500 ഉണ്ടായെങ്കിൽ 500-നകത്ത് 1000 ഉണ്ടായി 1000-ൽ ഏതേ കാണത്തുള്ളൂ? സ്മോൾ ടി. കാരണം ഇവർ വേർപിരിയും. സ്മോൾ ടി ഇവർ തമ്മിൽ കൂടിച്ചേർന്നു. അപ്പം ടോൾനെസ്സിന് കാരണമായി ക്യാപിറ്റൽ ടി ഉണ്ട്, ഡ്വാർഫ്നെസ്സിന് കാരണമായ സ്മോൾ ടി ഉണ്ട്. രണ്ടും ഉണ്ട്. കണ്ട, ഇതാണ് ഒന്നാമത്തെ തലമുറ. ഇവരാണ് പേരൻസ്, ടോളും ഡ്വാർഫും. ഇത് ഗ്യാമേറ്റ്. ഒന്നാമത്തെ തലമുറ കിട്ടി. ഓൾ ദ പ്ലാന്റ് വേർ ടോൾ. അപ്പൊ ഇവിടെ ക്യാപിറ്റൽ ടി സ്മോൾ ടി വന്നപ്പോൾ അത് ഏത് സ്വഭാവം കാണിച്ചേ? ഈ പേരന്റിന്റെ സ്വഭാവം കാണിച്ചേ. ഏത് സ്വഭാവം? ടോൾനെസ്. പുള്ളി എന്താ ചെയ്തേ? F1 × F1 എന്ന് പറഞ്ഞാൽ അച്ഛൻ ചെടി അത് തന്നെ, അമ്മച്ചെടി അത് തന്നെ എന്ന് പറഞ്ഞാൽ ഇവൻ്റെ തന്നെ പോളൻ ഗ്രെയിൻ അവൻ്റെ തന്നെ പതിച്ചു. ഓക്കെ, എന്ന് പറഞ്ഞാൽ അച്ഛൻ ചെടി അത് തന്നെ, അമ്മച്ചെടിയും അത് തന്നെ. അച്ഛൻ ചെടി അമ്മച്ചെടി നമ്മൾ പറയുന്ന നിങ്ങളുടെ സെൻസിലേക്ക് വരാൻ വേണ്ടിയാണ്. മീൻസ് ഓവം ഉണ്ടാകുന്നത് ആ ചെടിയിൽ നിന്ന് തന്നെയാണ് പോളൻ ഗ്രെയിൻ ഫോം ചെയ്തത്. കാരണം അവൻ സ്വന്തം പോളൻ ഗ്രെയിൻ അവിടെ വീഴുക, അത്രേ ഉള്ളൂ കാര്യം. അപ്പം ഇവിടെ ഗ്യാമറ്റ് ഉണ്ടാകുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചേ. ഇവിടെ ഗ്യാമറ്റ് ഉണ്ടാകുമ്പോൾ 2 തരത്തിൽ ഗ്യാമറ്റ് ഉണ്ടാകും. ഇപ്പോൾ 50 ഗ്യാമറ്റ് ഉണ്ടെങ്കിൽ 25 എണ്ണത്തിൽ ക്യാപിറ്റൽ ടി പോവും, 25 എണ്ണത്തിൽ സ്മോൾ ടി പോവും. കാരണം ഇവർ സെപ്പറേറ്റ് ചെയ്യും. മനസ്സിലായോ? പകുതി എണ്ണത്തിൽ ക്യാപിറ്റൽ ടിയും പകുതി എണ്ണത്തിൽ സ്മോൾ ടി. 2 എണ്ണം അല്ല ഉണ്ടാകുന്നത്, 2 തരത്തിലെ വിത്ത് ഉണ്ടാകുന്നതെന്നാണ് ഈ കാണിച്ചേക്കുന്നത്. എന്താ ഇത് കാണിച്ചേക്കുക? 2 തരത്തിലെ വിത്തുകൾ. പകുതി എണ്ണത്തിൽ ക്യാപിറ്റൽ ടിയും പകുതി എണ്ണത്തിൽ സ്മോൾ ടി. ഇവിടെ 2 തരത്തിലെ വിത്ത് ഉണ്ടാകും. പകുതി എണ്ണത്തിൽ ക്യാപിറ്റൽ ടിയും പകുതി എണ്ണത്തിൽ സ്മോൾ ടി. ഈ 2 ഗ്യാമറ്റുകളെ കൂടിച്ചേരുന്നെങ്കിൽ ക്യാപിറ്റൽ ടി. ഉത്തരം നിങ്ങൾക്കറിയാം എന്തായിരിക്കും? ക്യാപിറ്റൽ ടി വന്നു കഴിഞ്ഞാൽ ടോൾ പ്ലാന്റ് ആണ്. ഇത് തമ്മിൽ കൂടിച്ചേർന്നപ്പോൾ ക്യാപിറ്റൽ ടി സ്മോൾ ടി കിട്ടി. ക്യാപിറ്റൽ ടി സ്മോൾ ടി വരുവാണ് എന്തുവാന്ന് നിങ്ങൾക്കറിയാം? എന്താണ്? ടോളാണ്. ഇത് തമ്മിൽ കൂടിച്ചേരുവാണെങ്കിൽ സ്മോൾ ടി ക്യാപിറ്റൽ ടി എന്ന് പറയും. നമ്മൾ എഴുതുമ്പോൾ എപ്പോഴും ക്യാപിറ്റൽ ലെറ്റർ ആദ്യം എഴുതും, ക്യാപിറ്റൽ ടി സ്മോൾ ടി. ഇത് എന്താണെന്നറിയാം? ടോൾ പ്ലാന്റ് ആണെന്നറിയാം. ഇത് തമ്മിൽ കൂടിച്ചേരുവാണെങ്കിൽ സ്മോൾ ടി എന്താണ്? പ്ലാന്റ്
ഡ്വാർഫാണ്. കണ്ട ഡ്വാർഫ് വന്ന കണ്ടോ? ഇവിടെ ഈ ഡ്വാർഫ് വരാൻ കാരണം എന്താണ്? ദാ ഇവിടെ അതിന് കാരണമായ സാധനം ഒളിഞ്ഞു കിടപ്പുണ്ടായിരുന്നു എന്ന് ആര് മനസ്സിലാക്കി? മെന്റല് മനസ്സിലാക്കി. കാര്യം മനസ്സിലായോ? ഇവിടെ മറിഞ്ഞു കിടപ്പുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ഇവന്റെ സ്വഭാവം മാത്രമേ അവിടെ പ്രകടമായിട്ടുള്ളൂ. കാര്യം മനസ്സിലായി? ഇവിടെ റേഷ്യോ നോക്കിക്കേ, എത്ര ടോളിനെ കിട്ടി? 3. എത്ര ഡ്വാർഫിനെ കിട്ടി? 1. ഈ റേഷ്യോ 3:1 ഉള്ള റേഷ്യോ, ആ റേഷ്യോയിലാണ് കിട്ടിയത്. എത്ര സ്വഭാവം എടുത്തു? ഒരു പെയർ കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടർ അല്ലേ? ഒറ്റ സ്വഭാവം. എന്താണ് അത്? സ്വഭാവം ഏതാ? അതിൻ്റെ ട്രേറ്റ് ഏതാണ്? ഹൈറ്റ് ഓഫ് ദ പ്ലാന്റ്. അതാണ് അവൻ്റെ സ്വഭാവം. അതിൻ്റെ 2 കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടറാണ് ഏത്? ടോൾനെസ്സും ഡ്വാർഫ്നെസ്സും. അപ്പോൾ ഒരു പേര് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടർ മാത്രം ചെയ്തുകൊണ്ട് ഈ ക്രോസിന് പറയുന്ന പേരാണ് മോണോ ഹൈബ്രിഡ് ക്രോസ്. ഇതെന്ന് പറയാം മോണോ ഹൈബ്രിഡ് ക്രോസ്. അപ്പം മെൻ്റൽ ആദ്യം ചെയ്ത എക്സ്പെരിമെൻ്റ് ഏത് ക്രോസ് ആണ്? മോണോ ഹൈബ്രിഡ് ക്രോസ്. എന്താണെന്ന് മനസ്സിലായല്ലോ? ഒരു പെയർ കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടർ മാത്രമാണ് എക്സ്പെരിമെൻ്റ് വിധേയമാക്കിയത്. ഈ ചെടിയിൽ ഈ നീളം മാത്രമായിരിക്കത്തുള്ളൂ, പൂവിൻ്റെ നിറമൊക്കെ ഉണ്ട്, അത് മൈൻഡ് ചെയ്തില്ല. ഹൈറ്റ് എങ്ങനെയാണ് ഇൻഹെറിറ്റ് ചെയ്തേക്കുന്നത് മാത്രമേ ഇതിനകത്ത് നോക്കിയുള്ളൂ. ആ ഒറ്റ ക്യാരക്ടർ മാത്രമേ എടുത്തുള്ളൂ. അതുകൊണ്ടാണ് മോണോ ഹൈബ്രിഡ് ക്രോസ്. അവിടെ കിട്ടിയ റേഷ്യോ ആണ് ഏത്? 3:1. അതിനെ വിളിക്കും മോണോ ഹൈബ്രിഡ് റേഷ്യോ. അപ്പൊ മോണോ ഹൈബ്രിഡ് റേഷ്യോ എത്രയാണ്? 3:1. ക്ലിയർ ആയോ? ഇത്രയും പഠിച്ചാൽ മതി, ഒത്തിരി വേണ്ട. ഇപ്പം ഇത്രയും പഠിച്ചിട്ട് ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഇത് തന്നെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും നമ്മൾ ചർച്ച ചെയ്യണം. അപ്പോൾ ആദ്യം മുതൽ ഇതൊന്നുകൂടെ പറയേണ്ടി വരും അടുത്ത ക്ലാസ്സിൽ. ആദ്യം മുതൽ പറയത്തില്ല, ഇത് തന്നെ വരച്ചുകൊണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളൂടി പറയാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് തന്നെ ഇരുന്ന് പഠിച്ചിട്ട് ഇത് കൃത്യമായിട്ട് വരച്ച് പഠിക്കണം. സിമ്പിളാണ്. ഗ്യാമേറ്റ്സ് മാത്രമേ റൗണ്ട് ചെയ്യുന്നത്. ഗ്യാമേറ്റ്സ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയാണ് റൗണ്ട് ചെയ്യുന്നത്. ഗ്യാമേറ്റ്സ് എപ്പോഴും ഹാപ്ലോയിഡ് ആയിരിക്കും, പകുതിയാണ്, നമുക്കറിയാം. ഗ്യാമേറ്റ്സ് ഹാപ്ലോയിഡ് ആണ്, അതുകൊണ്ടാണ് ഇവിടെ ഡിപ്ലോയിഡ് ആയിട്ടാണ്. ഇത് സ്വഭാവത്തെ കാണിക്കുന്നത് ഏതാ? ടോൾനെസ്സിന് കാരണമായ ഫാക്ടറാണ്. 2 എണ്ണമാണുള്ളത്. ഇവിടെ വരുമ്പോൾ ഗ്യാമറ്റ് വരുമ്പോൾ പകുതിയാവും. അത് നമുക്ക് കൂടി ചേർന്നാണ് F1 ഉണ്ടായി. പിന്നെ ഇത് F2 ആണ്. ഇത് ഇങ്ങനെ തന്നെ പഠിക്കണം. പേരൻസ് ഏതാണ്, ഗ്യാമേറ്റ്സ് ഏതാണ്, F1 ഏതാണ്, F1 × F1 എന്താണ്. F1 ഇത് ഗ്യാമേറ്റ്സ് ആണ് കേട്ടോ. ഏത്? F1 × F1 ഈ ഓരോ പേരിൽ നിന്നുണ്ടാകുന്ന ഗ്യാമേറ്റ്സ് ആണ് കാണിച്ചേക്കുന്നത്. പിന്നെ F2 ആണ്. റേഷ്യോ മനസ്സിലായല്ലോ? 3:1. ഇത്രയും കാര്യം മനസ്സിലായല്ലോ? ഓക്കെ, ടാറ്റാ ബൈ, സീ യു.